ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഈ വീഡിയോ എൻ്റെ വരെ കാണുന്നവർക്കൊരു ഷോക്കിംഗ് സർപ്രൈസ് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ എറണാകുളം ടൗണിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പളനിക്കാണ് പോകുന്നത്. നമ്മൾ പോകുന്ന ട്രെയിൻ അമൃത എക്സ്പ്രസ് ആണ്. ഇപ്പം സമയം 12 മണി കഴിഞ്ഞു. 12:30ക്കാണ് ട്രെയിനിൻ്റെ ടൈം വരുന്നത്. ട്രെയിൻ കുറച്ച് ലേറ്റാണ്. 12:46 എന്നാണ് കാണിക്കുന്നത്. ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ്. വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നും ഇല്ല, കാരണം കയറി കിടക്കുക. 6 മണിയാകുമ്പോൾ പളനിയിലെത്തും. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഇന്നലെ രാത്രി ട്രെയിൻ കയറിയ പാടെ നമ്മൾ കിടന്ന് ഉറങ്ങി. രാത്രി 12 മണിക്കായിരുന്നു ട്രെയിൻ. 2-3 ദിവസമായിട്ട് കുറച്ച് അലച്ചിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ടയർഡായിരുന്നു. കയറിയ പാടെ നമ്മൾ കിടന്നുറങ്ങി. രാവിലെ എണ്ണിക്കുന്നത് ഈ ഒരു കിഡിലൻ വ്യൂയിലാണ്. കുറേ കാറ്റാടികളും അതേപോലെ മയിലുകളും പാടങ്ങളും ഒക്കെ കണ്ട് അത്യാവശ്യം നല്ല വ്യൂ ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു റൂട്ട് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പളനി റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇവിടുന്ന് ഒരു 2.6 കിലോമീറ്റർ എന്തോ ആണ് നമ്മുടെ ഹോട്ടൽ റൂം. അപ്പോൾ ഇനി നമുക്ക് ഹോട്ടലിൽ പോയി ഫ്രഷൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വേണം പോവാൻ. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ നമ്മുടെ സ്റ്റേഷൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കുറേ കുതിര വണ്ടികളും ഓട്ടോകളും ഒക്കെ കാണാൻ പറ്റി. കുതിരവണ്ടി ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ ടൈം ഇല്ലാത്തത് കൊണ്ടും പിന്നെ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് കൊണ്ടും നമ്മൾ കുതിരവണ്ടി ട്രൈ ചെയ്തില്ല. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മൾ ഹോട്ടൽ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ റെഡിയായി. ഇനിയും പളനിമല കയറാനായിട്ട് പോവാണ്. പളനിമല കയറുന്നതിന് മുമ്പ് വേറൊരു സംഭവം ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ പേര് ദി ലോട്ടസ് ഹോട്ടൽ എന്നാണ്. അമ്പലത്തിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ 2.6 കിലോമീറ്റർ ഏതാണ്ട് ദൂരമാണ്. കാരണം അമ്പലത്തിനടുത്ത് കുറേ സ്റ്റേ ഉണ്ട്. പക്ഷേ അതിനകത്ത് കുറേ സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടത് കൊണ്ട് നമ്മൾ റിസ്ക് എടുത്തില്ല. നമ്മൾ ഇത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലതുമായിരുന്നു. 2500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 2500 രൂപ വലുതാണ്, എന്നാലും 2500 രൂപയ്ക്ക് അത്യാവശ്യം നല്ല കിടിലൻ ഹോട്ടൽ തന്നെയാണ്. ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽ തന്നെയാണ്. നല്ല വൈബാണ്, നല്ല സേഫാണ്. ഞാൻ അതാണ് നോക്കിയത്, ഏറ്റവും കൂടുതൽ സേഫായിട്ടിരിക്കണം. കാരണം ഇവിടെ ഒരുപാട് സ്കാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ ചെന്ന് ചാടാതിരിക്കാനും. പിന്നെ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോ വേണം എന്ന് പറഞ്ഞപ്പോൾ ഓട്ടോ അവർ തന്നെ വിളിച്ച് തരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. രാവിലെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളിയുടെ പേര് ഞാൻ വന്നുപോയി. പുള്ളി കിട്ടില്ലനായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. ആദ്യം പറഞ്ഞു ചെക്കിങ്ങിന് ഇവിടെ നോർമലി ഏർലി ചെക്കിങ്ങിന് 1500 റുപ്പീസ് വാങ്ങുന്നതാണ്. പക്ഷെ നമുക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് ചെക്ക് ഇൻ എപ്പോഴാണ് ചെക്കൗട്ട് എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മോർണിംഗ് ചെക്ക് ഇൻ ചെയ്യും, നെക്സ്റ്റ് ഡേ മോർണിംഗ് ചെക്കൗട്ട് ചെയ്യും. അതുകൊണ്ടാവാം ഏർലി ചെക്കിങ്ങിന് നമ്മുടെ കയ്യിൽ നിന്ന് പേയ്മെൻറ്റ് വേണ്ടാന്ന് പറഞ്ഞു. ഇനി ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ പോയിട്ട് ആദ്യം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമ്മുടെ മറ്റേ സർപ്രൈസ്, അതിനുശേഷം മല കയറണം. നമ്മുടെ ഓട്ടോ വന്നിട്ടറിയേ. അങ്ങനെ നമ്മൾ അമ്പലത്തിനടുത്തെത്തി. ഇവിടെ ശരവണഭവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാന്ന് വെച്ചു. പക്ഷെ എന്നിട്ട് കണ്ണും കാണും കാലും വെച്ച് ഒന്നും കാണാൻ വയ്യ. നാക്കൊക്കെ കുഴയുന്നു. പക്ഷെ ഇതൊന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല. എനിക്ക് നാട്ടിലെ ചോറ് വേണം. ഞാൻ ഒറ്റയടിക്കാൻ പോവാ ഗൈസ്. ഇത് ആക്ച്വലി എൻ്റെ ഒരു നേർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പളനിയിൽ വന്നിട്ട് നമ്മുടെ പളനി ദേവസ്വത്തിൻ്റെ മുണ്ടനം ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ മുട്ടയടിക്കുന്നത്. ഈ സ്ഥലം വരുന്നത് അമ്പലത്തിന് തൊട്ട് താഴെയായിട്ട് സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പായിട്ടാണ് വരുന്നത്. ഇവിടെ തന്നെ വന്ന് മുണ്ടനം ചെയ്യാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ 2 ബ്ലേഡും കൂടെ നമുക്ക് തരും. എന്നിട്ട്
നമ്മൾ മുണ്ടനം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തോട്ട് പോകും. അതേപോലെ തന്നെ മുട്ട അടിക്കുന്ന ആൾക്ക് നമ്മൾ 100 രൂപ ദക്ഷിണ കൊടുക്കേണ്ടതാണ്. തലയിൽ ഷാമ്പു ആണ് കേട്ടോ, ആ വെള്ളത്തിനകത്ത് ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ആണ്. കൈസ് മുടി 2 സൈഡിലേക്കും ആ അമ്മ കെട്ടി തന്നു. മുട്ടടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മറ്റേ വില്ലൻ ലുക്കായി ഗൈസ്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ മുടി മുട്ടയടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ മുട്ടയടിച്ചു. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് കുളിച്ചിട്ട് വേണമായിരുന്നു അമ്പലത്തിൽ പോകാനായിട്ട്. അതുകൊണ്ട് വന്നിട്ട് കുളിച്ചു. ഇനിയിപ്പോൾ അമ്പലത്തിലേക്ക് പോവാണ്, മല കയറാൻ പോവാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ മലയൊക്കെ കയറിയിട്ട് റൂമിലെത്തി. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം നമുക്ക് ഫോൺ അലൗഡ് അല്ല. അപ്പോൾ ഫോണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം മേളിലോട്ട് പോകാനായിട്ട്. പിന്നെ ഞാൻ മുട്ട അടിച്ചത് കൊണ്ട് തന്നെ നമുക്ക് 100 രൂപയുടെ ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. അപ്പം ആ ഒരു ടിക്കറ്റിൽ 3 പേർക്ക് കയറാൻ പറ്റും. പിന്നെ ഞാൻ അവിടെ നോക്കിയപ്പോൾ 10 രൂപയുടെ കൗണ്ടറുണ്ട്, 100 രൂപയുടെ കൗണ്ടറുണ്ട്, 200 രൂപയുടെ കൗണ്ടറുണ്ട്. ഇതൊക്കെ ദർശനത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഫ്രീ കൗണ്ടറുണ്ട്, ഫ്രീ ആയിട്ട്. പക്ഷെ അത് ഭയങ്കര വലിയ ക്യൂ ആയിരിക്കും, നല്ല രീതിയിൽ കാണാൻ പറ്റില്ല, അങ്ങനത്തെ എന്തോ ആണ്. പിന്നെ മല നമുക്ക് 2 രീതിയിൽ കയറാൻ പറ്റും. ഒന്ന് നമുക്ക് മറ്റേ ഒരു ട്രെയിൻ സംഭവം ഉണ്ട്. സെക്കൻഡ് തിങ് നമ്മൾ സ്റ്റെപ്പ് കയറി പോവുക. ഞാൻ സ്റ്റെപ്പ് കയറിയാണ് പോയത്. ഒരുപാട് ഇരിക്കാനും കാര്യങ്ങളൊക്കെ സ്ഥലമുണ്ട്, വെള്ളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പ് കയറി ഫ്രീ ടാക്സി പോലത്തെ സംഭവം. ടാക്സി അല്ല, ഒരു ഈ എന്താ പറയുക, ഈ നമ്മൾ എയർപോർട്ടിലൊക്കെ കാണുന്ന ഒരു വണ്ടിയില്ലേ, ആ ഒരു സാധനം. അപ്പം നമുക്ക് മല കയറുന്ന സ്റ്റെപ്പ് കയറുന്നിടത്താണെങ്കിലും ആ ഒരു വെഹിക്കിൾ നമ്മളെ കൊണ്ടുപോകും. പിന്നെ കേബിൾ കാറിൻ്റെ അടുത്തോട്ടാണെങ്കിലും ആ ഒരു വെഹിക്കിൾ നമ്മളെ കൊണ്ടുപോകും. പക്ഷെ ഞാൻ വണ്ടി ആയതുകൊണ്ട് നടന്നുപോയി ചെരുപ്പൊക്കെ അവിടെ വെളിയിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മല കയറി. ഫോണൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. മല കയറി ദർശനം ചെയ്തു. കുറച്ച് പഞ്ചാമൃതവും ലഡുവൊക്കെ വാങ്ങി. അവിടെ ഒരു പട്ടിക്കുട്ടനെ കിട്ടി, അവനും കുറച്ച് ഫുഡ്, ഒരു മുറുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ മുറുക്കും ഞാനും അവനും കൂടെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ തിരിച്ച് ഇറങ്ങി റൂമിലെത്തി. കുറച്ച് മാങ്ങയും വാങ്ങിയിട്ടുണ്ട്. ഇത്രയ്ക്കാണെങ്കിലും അമ്മയ്ക്കൊരു ചെറിയ ഗിഫ്റ്റ്, അത്രയും വാങ്ങിയിട്ട് നമ്മളിപ്പോൾ റൂമിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് നാളെ മോർണിംഗിൽ ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഇപ്പം കിടക്കാമെന്ന് വിചാരിച്ചു. നല്ല ടയേർഡാണ്, പക്ഷെ കാലിലൊന്നും അത്ര വേദനയില്ല കേട്ടോ. എനിക്ക് അത്ര വേദനയൊന്നും പെയിനൊന്നും ഫീൽ ചെയ്യണില്ല, പക്ഷെ ടയേർഡാണ്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് റെസ്റ്റ് കിട്ടാത്തതിൻ്റെ ആവാം, ടയേർഡാണ്. അപ്പോൾ നാളെ രാവിലെ 7 മണിക്കാണ് ട്രെയിൻ. പക്ഷേ ട്രെയിൻ കണക്റ്റിംഗ് ആണ്, ഇവിടുന്ന് പാലക്കാട് നിന്ന് എറണാകുളം, അങ്ങനെയാണ് ട്രെയിൻ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോ വരുന്നത് മറ്റേ ട്രാവലിൻ്റെ വീഡിയോ, പാലക്കാട് റൂട്ടാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും വരുന്നത്. അപ്പോൾ ബൈ ബൈ, സീ യു.